ഈ ലൂസിഫറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, ഒരു പള്ളിയുണ്ട്. ഇപ്പോൾ എമ്പുരാനിലേക്ക് വന്നാലും ആ പള്ളി നമുക്ക് പക്ഷെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അതായത് ലൂസിഫർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയൊക്കെ റിനോവേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ എക്സാക്ട് ലൊക്കേഷൻ തന്നെയാണോ ഇപ്പോഴും? അതെ. ആദ്യം അവർ തരില്ല എന്ന് പറഞ്ഞു, തരാൻ പറ്റില്ല. അവിടെ നമ്മൾ ആ ലൂസിഫർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംതിങ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അത് കാരണം ഇനി തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ എന്തൊരു ആയാലും പൊതുജനം പലവിധമാണല്ലോ. എമ്പുരാനിലേക്ക് വരുമ്പോൾ അതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് വീണ്ടും സമീപിച്ചപ്പം അവിടുന്ന് സംഘടനക്കാരും തിരുമേനി അവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അപ്പം നമ്മൾ പല വഴിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇത് സെറ്റ് ഇട്ടാലോ. അപ്പോൾ എനിക്ക് നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയി, പിന്നെ മറ്റേ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക്. അപ്പോൾ എങ്ങനെയും അത് ഒറിജിനൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഇല്ല. അപ്പം ഞാനും നമ്മുടെ ആശീർവാദിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് സജി ജോസഫും ഞാനും കൂടി ചെന്നിട്ട് പിന്നെ നമ്മുടെ പള്ളിയിലച്ഛനെ പോയി കാണുന്നു, അവരോട് സംസാരിക്കുന്നു. അതിനുശേഷം സംഘടനാ സമിതിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറി എന്നൊരു മെയിൻ ആളുണ്ട്, പുള്ളിനെ പോയി കാണുന്നു. അങ്ങനെ അവർ പറയുന്ന ഓഫർ സ്വീകരിച്ചുകൊണ്ട് ഇപ്പം ഓടൊക്കെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഷീറ്റാക്കി കൊടുത്തു, പിന്നെ കുറച്ച് വേറെ മറ്റേ ഡോറ് മാറ്റി കൊടുത്തു, ഗ്ലാസും മറ്റേ വിൻഡോസും കുറേ പോയിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. കോമ്പൗണ്ടൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊടുത്തു. അങ്ങനെ കുറച്ചും കൂടി അന്നത്തേക്കാൾ അന്ന് പിന്നെ റൂഫ് മാത്രം ക്ലിയർ ചെയ്തായിരുന്നു, അതിന് കഴുക്കോലും പട്ടിയെല്ലാം മാറ്റിയിട്ട് മരം തന്നെ വെച്ചിട്ട് റൂഫ് ഇടായിരുന്നു. ഇപ്പം പിന്നെ ട്രസ് ചെയ്തിട്ട് ഷീറ്റ് ഇടാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ L3 വരുമ്പോൾ അടുത്ത ചലഞ്ച് ആകും അറിയില്ല. L3 ഇതുണ്ടെങ്കിൽ പെട്ടുപോകും. വീണ്ടും നമ്മൾ ചെന്ന് ചോദിക്കണമല്ലോ, ഓരോ തവണ വരുന്നു റിനോവേറ്റ് ചെയ്യുന്നു. എനിവേസ് ഇപ്പോൾ ലൂസിഫറിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാം തന്നെ ഒട്ടുമുക്കാലും കേരളത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വളരെ കുറച്ച് ഷോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് സീൻസ് മുംബൈയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മുംബൈയിൽ ചെയ്യുന്ന സീൻസ് എന്ന് പറയുന്ന ഒരു ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ചേരി പോലെ ഒരു സ്പേസിലാണ്, സ്ലം ഏരിയയിലാണ് ചെയ്യേണ്ടി വരുന്നത്. ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഇല്ല, നമ്മളെ ചില അത് ആ പിന്നെ ഇപ്പം ലൂസിഫറിൻ്റെ കാര്യമില്ല, ലൂസിഫർ ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നടക്കുന്നത് ഇത് ആ സ്ലം നമ്മൾ ശരിക്കും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. നമുക്ക് പറഞ്ഞ ഈ ഷൂട്ടിംഗ് കംഫർട്ടായി കിട്ടും ഒറിജിനൽ. അപ്പം നമ്മുടെ മനസ്സിൽ ഒറിജിനൽ ഒരു സ്ലം കിട്ടുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബോംബെയിൽ ഒറിജിനൽ ഒരു സ്ലമ്മിൽ ഷൂട്ടിംഗ് ലാൽ സാറിനെ പോലെ ഒരാളെ കൊണ്ട് പോയി ഷൂട്ടിംഗ് നടക്കില്ല. പിന്നെ വിവേക് ഒബ്രോയ് വരുന്നുണ്ട്, വിവേകിനെ കൊണ്ട് നടക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആൾ കൂടുതൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റിട്ട് ഷൂട്ട് ചെയ്യുന്നതും ഒരു നാച്ചുറൽ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മൊത്തം ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ പക്ഷേ വീണ്ടും സെറ്റ് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ചെന്നൈയിലൊക്കെ പല ഏതെങ്കിലും ഒറിജിനൽ സെറ്റായിട്ടുള്ള സ്ലമ്മുകളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ നമുക്കൊന്നും അങ്ങോട്ട് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഒറിജിനൽ സ്ലമ്മ് നോക്കാം, ബോംബെയിൽ നിന്ന് പോയി നോക്കാം, ആ ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം പറഞ്ഞിട്ട് ഞാനും ഭാവിയുടെയും ആദ്യം ഫസ്റ്റ് ഞങ്ങൾ മറ്റേ ബോംബെ ഇതൊന്നും അപ്പോൾ 2-3 സ്ലമ്മുകൾ ഞങ്ങൾ പോയി നോക്കി. അന്തേരി, പിന്നെ മറ്റേ ധാരാവി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയി നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ സ്ലമ്മ് പോയി നോക്കിയിട്ട് അപ്പം നമുക്ക് ചില സ്ലമ്മ് ഭയങ്കര എന്താ പറയുക കൺജസ്റ്റഡ് ആയിരിക്കണം, അപ്പോഴേ ആ സ്ലമ്മിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. പിന്നെ അത് എല്ലാം സിംഗിൾ ഫ്ലോർ. ഇപ്പോൾ അവിടെ ആ സ്ലമ്മിലൊക്കെ കുറച്ചും കൂടി ഡബിൾ ഫ്ലോർ ബിൽഡിംഗ് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ എല്ലാം ഒരു മറ്റേ 200 സ്ക്വയർ ഫീറ്റ്, 300 സ്ക്വയർ ഫീറ്റ്, 400 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹെവി വീടുകളാണ്, വലിയ വീടുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലം. അപ്പം നമ്മൾ അങ്ങനെ ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് സ്ലമ്മിനകത്തുള്ള അഡ്ഡ എന്നാണ് പറയുന്നത്. അതിനകത്ത് ആ അഡ്ഡ അവിടെയാണ് നമ്മുടെ വേവ്ന്നുണ്ട് ആ ക്യാഷ് ഡീലിങ്ങൊക്കെ സംസാരിക്കുന്നതും. മറ്റേ ബോബി ഒരു മറ്റേ ഫെയ്ദൂറായിട്ടൊരു നമ്മൾ പറഞ്ഞ ആ ഒരു സാധനം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സ്ഥലം കൂടി കിട്ടുമോ നോക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് അന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു ഫോർട്ട് ഉണ്ട്, ചെറിയൊരു ഒരു ഫോർട്ട് ഉണ്ട് അവിടെ. ആ സ്റ്റെപ്പും വരെയില്ല. ഞങ്ങൾ സ്റ്റെപ്പ് കയറി, ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പം സംഭവിച്ചാൽ ബോംബെ താഴെ സ്ലമ്മ് കാണാം. പിന്നെ അതിൻ്റെ എവയിൽ ഒരു എന്താ പറയുക സ്കൈ ലൈനിൽ ഫുൾ ബോംബെ സിറ്റിയുടെ വലിയ ബിൽഡിങ്ങും, അതായത് മറ്റേ ഈ ഫോർട്ടും ഒരു സ്ലമ്മും ഒരു ഭയങ്കര ഒരു ബിസിനസ് ഏരിയയും ഭയങ്കര വലിയൊരു ഏരിയയും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ സമയം പറയുമ്പോൾ അവിടെ തോന്നുന്നു നമുക്ക് ഇവിടെ സെറ്റ് ഇട്ടാലോ അഡ്ഡാന്ന് പറയുന്ന സാധനം തോന്നുന്നു. അപ്പം പറഞ്ഞത് പെർഫെക്റ്റ് സ്ഥലമാണ് അത് ഭയങ്കര. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ലൂസിഫറിലൊരു ഏറ്റവും നല്ല ലൊക്കേഷൻ ഏതാ വെച്ചാൽ ഞാൻ അതാണെന്ന് പറയുന്നത്. അവിടെ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ കുറച്ച് പ്രശ്നം സ്ലം ഏരിയയിലൊക്കെ ഷൂട്ടിംഗ് പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അത് വെച്ചാൽ മറ്റേ നമുക്ക് അവിടെ നിന്ന് സ്ലം ഏരിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെയുള്ള മറ്റേ അവിടുത്തെ ലൊക്കേഷൻ അവിടുത്തെ പ്രൊഡക്ഷൻ ടീം അവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, ആ സ്ലമ്മിൽ തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഷൂട്ടിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ അതേമാതിരിയുള്ള ഭയങ്കര
കംഫർട്ടായിരുന്നു. അവരോട് ഇപ്പോഴും നല്ല കോൺടാക്റ്റ് വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം, ഇപ്പോൾ ആ സീൻസിലും അല്ലാത്തപ്പോഴും വിവേക് ബ്രോയുടെ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ലൈറ്റർ, അതിപ്പോൾ എമ്പുരാൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ഡ്രാഗന്റെ അത് അന്നങ്ങനെ ഒരു ബ്രില്യൻസ് എനിക്ക് അത് ഓർമ്മയില്ലടോ സത്യം പറഞ്ഞില്ല. ഒരു സിപ്പോ ലൈറ്റർ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഡ്രാഗൺ വേണോ വേണ്ടോ എന്ന് ചിലത് എന്തോ 2-3 സിപ്പോ ലൈറ്റർ നമ്മൾ സെലക്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡയറക്ടറിനെ സെലക്ട് ചെയ്ത് അതിനകത്ത് ഡ്രാഗനിലാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. എങ്കിലും അതിന് ഇത്ര ഒരു ബ്രില്യൻസ് ഒന്ന് അത്രയ്ക്ക് നിങ്ങളുടെ അറിയില്ല, പുള്ളി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ ചിന്ത പോയിട്ടില്ല. ഇപ്പൊ പക്ഷേ അത് കണക്ട് ചെയ്ത് വന്നിട്ട് അതിപ്പോൾ അത് എടുത്തിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അത് ഇങ്ങനെ മറ്റേ എമ്പുരാനിലെ ഡ്രാഗൺ ഈ ഡ്രാഗൺ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഡയറക്ടർക്ക് അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് ഉണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. ചിലപ്പോൾ ഡ്രാഗൺ കണ്ടപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്തോന്നും അറിയത്തില്ല. പക്ഷേ പുള്ളി അതിനെക്കുറിച്ച് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അത് പുള്ളി മുന്നേ 3 കാണിച്ചപ്പോൾ ആയിരുന്നു സെലക്ട് ചെയ്ത് പുള്ളിയാണ്.